ഹലോ ദിയോസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പം നിങ്ങളെല്ലാവരും അധികമായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് കെരാറ്റിൻ എന്നുള്ളത് നോക്കാം. നമ്മുടെ മുടിയിൽ തന്നെ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ. ഈ ഒരു കെരാറ്റിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ മുടി ഒരുപാട് ഇങ്ങനെ ചകിരി പോലെ ഇരിക്കുന്നതും കാണാനൊരു ലുക്കില്ലാതെ ഒരു ഡള്ളായിട്ട് ഇരിക്കുന്നതും മുടി കൊഴിച്ചിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നതും മുടിയുടെ ആരോഗ്യം തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും മുടി പൊട്ടിപ്പോകുന്നത്, സ്പ്ലിറ്റൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കെരാറ്റിൻ്റെ അളവ് കൂട്ടുകയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും, എത്ര ഉള്ളു കുറവുള്ള മുടിയാണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഉള്ളു തോന്നിക്കാനും, മുടിക്ക് നല്ല ഒരു വോളിയം തോന്നിക്കാനും, മുടിയുടെ ആ ഒരു ഫ്രിസിനെസ് മാറിയിട്ട് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനും, ചുരുണ്ട മുടിയൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് നിവർത്തിയെടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്കയാണ്. ഒരു 5 വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വണ്ണമുള്ള ഒരു കറ്റാർവാഴയുടെ തണ്ടാണ്. കറ്റാർവാഴയുടെ ജെല്ലും ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ലും കൂടെ ഞാൻ വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു കോൺഫ്ലോറിൻ്റെ പൊടി കലക്കിയത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയുടെയും കറ്റാർവാഴയുടെയും ജെല്ലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. കോൺഫ്ലോർ നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആക്കിയിട്ട് വെക്കാൻ, ഫ്രിസി ആയിട്ടുള്ള ഹെയറൊക്കെ മാറി കിട്ടാൻ, മുടി നല്ല സ്മൂത്തനാക്കിയിട്ട് വെക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി ഞാനിത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിതൊരു 10 മിനിറ്റാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഞാനൊരു 10 മിനിറ്റോളാണ് ഇത് തിളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു വെണ്ടയ്ക്ക എപ്പോഴാണോ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് ആ ഒരു സമയത്താണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ടു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം തിളച്ച് വന്നു കഴിഞ്ഞ ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കുകയാണ്. ഇതിലെ വെള്ളം മാത്രം അരിച്ചെടുക്കുന്നുണ്ട്. മറ്റേത് നമുക്ക് അരച്ചെടുക്കണം. വെണ്ടയ്ക്കയും കറ്റാർവാഴയും നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് രണ്ടും അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു വെള്ളമാണ്. ഈ ഒരു ലിക്വിഡ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് വെണ്ടയ്ക്കയും കറ്റാർവാഴയും നല്ലപോലെ അരച്ചെടുക്കാം.
അപ്പോൾ ഇതാണ് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ്. ഇനി ഇത് അരിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് ചിലപ്പോൾ മിക്സായി കിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കെരാറ്റിൻ്റെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും കൂടെ നോക്കാം. നിങ്ങൾ സാധാരണ തലയിൽ എണ്ണ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തലയിൽ തൊട്ട് പുരട്ടിയ ശേഷം മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെയർ ഡ്രൈ ആയ പോലെ തോന്നും. അപ്പോൾ ഒരു ചെറിയ എണ്ണമയം മാത്രം കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം നിങ്ങൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടി വലിച്ചു പിടിച്ചിട്ട് മാത്രം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയൊക്കെ നിവർന്ന് വരാനുള്ള ആ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് മുടി വലിച്ചു പിടിച്ചിട്ട് മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെറിയ ചെറിയ ഓരോ പാർട്ടീഷനും എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കെട്ടിയൊന്നും വെക്കരുത്, അങ്ങനെ തന്നെ വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള പാക്കാണ്. ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്കിതിൻ്റെ നല്ലൊരു റിസൾട്ട് തന്നെ അറിയാൻ പറ്റും. ചുരുണ്ട മുടിയൊക്കെ നിവർന്ന് വരാനും ഉള്ളില്ലാത്ത മുടിയൊക്കെ നന്നായിട്ട് ഉള്ളു വെച്ച പോലെ ഇരിക്കാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിലൊരിക്കൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്